तुम्हारा नाम थॉमस है? हाँ। तुम्हें कमिश्नर के ऑफिस आना पड़ेगा। എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും ഒറ്റിയതാണോ? താനല്ലേ ബാങ്കിൽ കിടന്ന് തോമാച്ചന്റെ പേര് വിളിച്ചു പോയി പറഞ്ഞത്? പേരല്ലേ പറഞ്ഞല്ലോ, അഡ്രസ് ഒന്നും പറഞ്ഞില്ല. വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. തർക്കിച്ച് നിൽക്കാനൊന്നും നേരമില്ല. നമുക്ക് വേഗം ഗരാജിൽ നിന്ന് പണം എടുത്ത് സ്ഥലം വിടാം. അതാ നല്ലത്. ചിലപ്പോ തോമാച്ചൻ പോലീസിന്റെ ഇടി കൊള്ളുമ്പോ സത്യം എല്ലാം തുറന്നു പറയും. ബാ. ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് തപ്പുന്നതിന് മുമ്പേ നാട് വിടണം. പിന്നെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ ജയിലിൽ ഉണ്ട തിന്നാൻ കിട്ടുന്നത്? പോയി തിന്നടാ. മതി മതി, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങണ്ട കുറച്ചു കാലത്തേക്ക്. വാ. വരുന്നില്ലേ? വരുന്നു. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടിയെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം. ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടെ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കും? തൽക്കാലം പെട്ടി കൊണ്ട് തങ്കന്റെ കടയിൽ വെക്കാം. എന്നിട്ടൊരു സ്ഥലം തപ്പാം. ബാ. അയ്യോ, ഈശ്വരനാണ് സത്യം. ഞാൻ കൊന്നു അറിഞ്ഞൂടാ. നിങ്ങളെ ചതിച്ചതെന്നാ അങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, കേസ് തോക്കുന്നുണ്ടായാൽ ഒറ്റയ്ക്കകത്ത് പോവില്ല, കൂടെ കൂട്ടുനിന്ന് നിങ്ങളും ഉണ്ടാവും പറഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. എന്തിന്? അയാൾ പിടിച്ച് അകത്താക്കെന്ന് പറഞ്ഞാൽ അതല്ലേ നീ ഓടിയത്? ഞാൻ ഓടി അതിനൊന്നുമല്ല. ഈ തരികിടക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡിസക്ക് ഒരു 50,000 രൂപ അടച്ചെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളുടെ കാശ് കൊണ്ട്. അതിന് നീ ഓടി എന്തിനാ? ഈയിടെ അയാൾ കോടതി കെട്ടിവെക്കാൻ നിന്ന കാശെടുത്താ ഞാൻ വിസയ്ക്ക് കൊടുത്തത്. അന്ന് മുകളിൽ പോലീസിനെ കൊണ്ട് നടക്കുക എന്നെ തപ്പാൻ. ഇയാൾ അവളും തമ്മിൽ എന്ത് ബന്ധം? അതന്വേഷിക്കാൻ നിന്ന തോമസ് ചേട്ടൻ നമ്മളെ അകത്താക്കുന്നതിന് മുമ്പ് ഇയാൾ നമ്മളെ അകത്താക്കും. നമ്മളെ? ഞാൻ അകത്തായ നീ അകത്താങ്ങനെ? ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? വരല്ലേ പറഞ്ഞു പറയുന്ന മനസ്സിലാക്കി. ഇടാ അച്ഛനെ വിളിച്ചതല്ല, അച്ഛന്ന് പറഞ്ഞത്. അച്ഛന്ന് പറഞ്ഞ ഹിന്ദി നല്ലത്. വലിയ മെനക്കേട് അല്ലേ നിന്റെ കാര്യം. ചേട്ടാ ആ പെട്ടി എടുത്ത്. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ, നീ ഇതൊന്ന് കൂട്ടി വായിച്ചേ. തമ്പുരാനും വന്ന ടെലഗ്രാമാ. അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമോനും ആരാണ്ട് വരുന്നെന്ന്. വണ്ടി അയക്കണമെന്നും വല്ലതും എഴുതിയിട്ടുണ്ടോ നോക്കി. എന്താ എഴുതിയിരിക്കുന്നത്? റീച്ചിങ് ടുമോറോ മോർണിംഗ്. നാളെ തന്നെ വരുന്നുണ്ട് രാവിലെ. സമാധാനമായി. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണമെന്നോ മറ്റോ? നോ, വണ്ടി അയക്കണ്ട, നേരിട്ട് വന്നോളാന്ന്. ആ നമ്പീശൻ ഒന്നും പറയാണ്ട് ടെലഗ്രാം വീട്ടിലേക്ക് കൊടുത്തയച്ചു. എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചല്ലോ. ഈശ്വരൻ കാത്തു. വരട്ടെ. ഇങ്ങോട്ട് മാറ.
എന്താടാ സ്ഥലം വല്ലതും കിട്ടിയോ? കിട്ടിയതുപോലെ തന്നെ ചേട്ടനാ പെട്ടിയെന്നെടുത്ത്. നീ എന്തിനാ അയാളോട് ഞാൻ തന്നെ എടുത്തോളാം. അയാളോട് കള്ളം പറഞ്ഞു? 6 മാസം കഴിഞ്ഞ് അയാളുടെ കൊച്ചവും വരുന്നല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്. എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ലേ. അല്ല, അയാളുടെ കൊച്ചു വന്ന ആളെ. അതെങ്ങനെ? നീയാണ് അയാളുടെ കൊച്ചുമോൻ. ഞാൻ എങ്ങനെ അയാളുടെ കൊച്ചുമോനാവും? പറയാം. നീയാണ് കുഞ്ഞുണ്ണി. ഞാനാ? ഈടാ കയ്യിൽ 10 കാശില്ല. തോമസ് കുഴപ്പിച്ച പോലീസ് നമ്മളെ തപ്പും. തോമസ് എന്തിന് തപ്പുന്നത്? ഈടാ പോലീസ് തപ്പുന്നു. തെരുവിൽ കിടക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. അയാളുടെ കൊച്ചുമോൻ 7-8 വയസ്സിലെങ്ങാണ്ട് വീട് വിട്ടു പോയതാ. കണ്ണ് കണ്ടുകൂടാത്തോണ്ട് അവനിപ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. താമസിക്കാനൊരിടം തൽക്കാലം അത്രയും കരുതിയാൽ മതി. അപ്പൊ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടൊക്കെ ഉടക്കായതുകൊണ്ട് ആരും അങ്ങോട്ട് വരാനേ പോകുന്നില്ല. 6 മാസത്തിനും നമ്മുടെ കേസൊക്കെ ഒന്ന് തണുക്കും. നമ്മുടെ കാശിന്റെയും വിസയുടെയും കാര്യത്തിനൊരു തീരുമാനവും ആവും. അപ്പൊ നീ അവിടെ താമസിക്കും? നമ്മൾ രണ്ടുപേരും അവിടെ തന്നെ താമസിക്കും. ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് അവരറിയാനേ പോകുന്നില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അപ്പൊ അല്ല പൊറോട്ട കഴിക്കും. കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്. ആരാ അത്? कौन? कोई भिखारी हो तो आज नहीं देगा. कल्लाना കള്ളനാണെന്ന് മനസ്സിലായി. ഇതല്ല ഹിന്ദി. ഞാൻ ഉണ്ണിയാ, കുഞ്ഞുണ്ണി. എന്റെ മോനെ, നീ വന്നോടാ കുഞ്ഞുണ്ണി. സേതു വാ, കുഞ്ഞുണ്ണി വന്നു. നഖങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. വലിയ തത്വമൊന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മള്. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന്. ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി ഗോവിന്ദൻകുട്ടി. കണ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരൊറ്റ അടിയം. എന്റെ കുഞ്ഞുണ്ണി വന്നു. പതുക്കെ. എവിടെ മോനെ? നീ എന്താ കുഞ്ഞുണ്ണി കളഞ്ഞത്? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി പോയി. എന്റെ മോനെ കുഞ്ഞുണ്ണി. നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ കുട്ട. വർഷം എത്രയായി അച്ഛമ്മ കാത്തിരിക്കുന്നു. അച്ഛമ്മേന്നൊന്ന് വിളിക്കും മോനെ. അച്ഛമ്മ മുമ്മേ. അതാരാ? ആരാ കുഞ്ഞുണ്ണി കൂടെ? നേരത്തെ കേട്ട ശബ്ദമല്ലല്ലോ അത്. ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാന്നാ ചോദിച്ചത്? ആരാതെ? ഞാൻ തന്നെ. സന്തോഷം കൊണ്ട് ശബ്ദം ഇടറിപ്പോയത് അപ്പൂപ്പ. അപ്പൂപ്പനോ? അച്ഛനും അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കഴിഞ്ഞതൊക്കെ മറന്നൂല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നല്ലേ. അല്ല, ഞങ്ങക്ക് ഞങ്ങളുടെ പഴയ ഉണ്ണിയാ നീ ഇപ്പോഴും. മണം മാറി, മുഖം മാറി. അമേരിക്കയിലൊക്കെ ആയിരുന്നോണ്ട് നല്ലോണം വെളുത്ത് കാണൂല്ലേ? വെളുത്തൊരു വഴിയായി. കിന്നാരമൊക്കെ പിന്നെ പറയാം. വാ വന്നട്ടെ. മൂമ്മ ഒത്തിരി ദൂരേന്ന് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. കുളിച്ച് വല്ലതും കഴിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛമ്മ എന്നെ ഇവിടെ, ഞാൻ പെട്ടി എടുത്തോണ്ട് വരട്ടെ. കുഞ്ഞുണ്ണി എന്താ? എല്ലാം പൂട്ടിയിട്ടിരിക്കുക. ഇത്രയും വലിയ വീട് ഒരു ബാധ്യതയാ. വല്ല ഫ്ലാറ്റിലോട്ടോ മറ്റോ മാറാമെന്ന് വിചാരിച്ചാൽ
സേതുവിനാവതില്ല. ജോലിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയും കിട്ടാനില്ല. ആ പൊതുവാള് പോയതോടെ എല്ലാം അടച്ചിട്ടു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവനെ പറഞ്ഞു വിട്ടത്. നേരം വെളുത്താൽ അപ്പ തുടങ്ങും കൂടി. ഒരു ബോധവും ഇല്ല. അങ്ങനെ ഒരു കാര്യസ്ഥനെ എന്തിനാ ഇവിടെ പൊക്കോളാൻ പറഞ്ഞു. ആ, ഒരു മുറി ഒഴിച്ച് ബാക്കിയെല്ലാം പൂട്ടി. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, ഇല്ലേ? അതോടെ ഫോണും കട്ട് ചെയ്തു. ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ കയറി വിളിക്കുക. അതിനും ആ പൊതുവാള് കാശ് വാങ്ങിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ആ ബാധ ഒഴിവാക്കി വിട്ടു. ഫോണിൽ കേൾക്കുമ്പോ കുഞ്ഞുണ്ണിയുടെ ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട്, ഇല്ലേ സേതു? എനിക്കും തോന്നി. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മോളില് ഒരു മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അടുത്ത് ഒരു ആർക്കെ നായരുടെ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ആഹാരം വരുന്നത്. ഇവിടെ വെക്കാനും വിളമ്പാനൊന്നും ആരും ഇല്ലല്ലോ. ചെന്നാട്ടെ. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്. എവിടെ നശിപ്പിച്ചു? സമാധാനമായല്ലോ, അനുഭവിച്ചോ? കുത്തി കുടലിയാൻ എടുക്കും. ഗ്ലാസ് വെച്ച കാണൂല. എന്താ നിന്നോട് ആരാ അവരുടെ ദേഹത്ത് പോയി അലിച്ചെല്ലി വീഴാൻ പറഞ്ഞ? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. പോരാത്തിന് എന്ത് ചോദിച്ചാലും ഒരു അയ്യ. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത്? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. എടാ, ആ കുരുടനും കുരുടിയും വിളഞ്ഞ വിത്തുകളാ. ഒരിക്കൽ തൊട്ടാലോ കേട്ടാലോ മതി, മേലോട്ട് കെട്ടിയെടുക്കുന്നവരെ മറക്കൂല. അതങ്ങനെ. കണ്ണു കാണാത്തവർക്ക് കേൾവി കൂടും, ചെവിയാക്കാത്തവർക്ക് കാഴ്ചശക്തി കൂടും. ഈശ്വരൻ കൊടുക്കുന്ന ഒരു വല്ലാത്ത കൊടുപ്പ് തന്നെ. ആര്? ഈശ്വരൻ അമ്മച്ചിക്ക് കൊടുത്തത്. നീ ഒരു അക്ഷരം കണ്ടല്ലേ പറഞ്ഞോളൂ. ഇനി ആലുവ മണപ്പുറത്ത് വെച്ച് നിന്റെ ശബ്ദം കേട്ടാലും കിളവന് മനസ്സിലാവും, അറിയോ? പിന്നെ നീ ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ പോയി ചാടണ്ട. വിസ ശരിയാകുന്നവരെ നീ പുറത്തു പോണ്ട. വിസ ശരിയാവണോ? ഈ കാശ് വേണ്ടേ? 2 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ എവിടെ പോകും? 1 മാസം ഞാൻ കൊടുത്തില്ലെങ്കിൽ കൊടുത്തതും കൂടെ പോവും. ഒന്നുകിൽ ആ പണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും വഴി നോക്കണം. വേറൊരു വഴിയുമില്ല. ആ പിശാചിനറിയാം കാശ് അവിടെ ഉണ്ടെന്ന്. അവളും ആ വിക്കനും കൂടെ കളിക്കുന്ന കളിയാണ് എന്റെ വിശ്വാസം. നമ്മൾ മണ്ടന്മാരായ അവള് കാശും കൊണ്ടുപോകും, നമ്മൾ അകത്തുമാവും. നീ എന്തുവരെ ചുമ്മാ. അതുകൊണ്ട് അവൾ എവിടെ പോയാലും നീ വിടാതെ അവളുടെ പുറകെ കൂടണം. എന്താ? ഭ്രാന്തായിട്ടുണ്ടെന്നാ? ഭ്രാന്തല്ല, പ്രാതല്, ടിഫിൻ, അപ്പം, മുട്ട, ദോശ, ഇഡ്ഡലി, പോയി ഞണ്ണ്.